നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 പൊളിറ്റിക്കൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പൊളിറ്റിക്കൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കടക്കാം. 6ാമത്തെ ചാപ്റ്റർ നീതിന്യായ വിഭാഗമാണ്. ഈ നീതിന്യായ വിഭാഗം എന്ന ചാപ്റ്ററിൽ നമ്മൾ 4 ചോദ്യങ്ങൾ മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. ഈ 4എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള നടപടികൾ എന്തെല്ലാമാണ്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന നടപടികളിൽ ഒന്ന് നിയമന രീതിയാണ്. ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രീയത്തിനതീതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള 1ാമത്തെ നടപടി. 2ാമത്തേത് നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി, ജഡ്ജിമാർക്ക് നിശ്ചിത കാലാവധി വരെ മാത്രമേ ജോലിയിൽ തുടരാൻ കഴിയുകയുള്ളൂ. 3ാമത്തേത് സാമ്പത്തിക ആശ്രയത്വത്തിൻ്റെ അഭാവമാണ്. സാമ്പത്തിക ആശ്രയത്വത്തിൻ്റെ അഭാവം എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർക്ക് സമ്പത്തിനായി എക്സിക്യൂട്ടീവിനെയോ ജുഡീഷ്യറിയെയോ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ദെൻ 4ാമത്തേത് വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള പ്രതിരോധമാണ്. വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള പ്രതിരോധം, ജഡ്ജിമാരെ വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ 6ാമത്തെ ഒരു പോയിന്റ് എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കൽ. എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇതാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്തൊക്കെയാണ്? ഇന്ത്യൻ സുപ്രീം കോടതിക്ക് പ്രധാനമായും 3 അധികാര പരിധികളാണ് ഉള്ളത്. ഒന്ന് ഉത്ഭവാധികാരമാണ്. ഉത്ഭവാധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ചില കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതിനെയാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. 2ാമത്തേത് അപ്പീൽ അധികാരമാണ്. ഇന്ത്യയിൽ പരമോന്നത അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. അപ്പീൽ അധികാരം സുപ്രീം കോടതിക്കാണ് ഉള്ളത്. ദെൻ 3ാമത്തേത് ഉപദേശാധികാരമാണ്. പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. ഉപദേശാധികാരം, രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. എന്ത് കാര്യത്തിലാണ്? പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ. ഓക്കെ, ഇതാണ് 2ാമത്തെ ചോദ്യം. 3ാമത്തേത് ജുഡീഷ്യൽ ആക്ടിവിസം എന്താണ്? അതിൻ്റെ 2 ഗുണങ്ങളും ദോഷങ്ങളും. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം പോലുള്ള കേസുകളിൽ ജുഡീഷ്യറി സ്വമേധയാ ഇടപെടുന്നതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യറി സ്വമേധയാൽ ചില കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്, ചില കേസുകളിൽ ഇടപെടാറുണ്ട്. അത്തരം കേസുകൾ എന്താണ്? മനുഷ്യാവകാശ ലംഘനം പോലുള്ള കേസുകളാണ്. ഓക്കെ, പൊതു താൽപ്പര്യ ഹർജികൾ മുഖേനയാണത് നടപ്പിലാക്കുക. അപ്പോൾ പൊതു താൽപ്പര്യ ഹർജികൾ മുഖേന നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ തീരുമാനമാക്കുന്ന എല്ലാത്തരം കേസുകളും ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്താണ് അതിൻ്റെ ഒരു ഗുണം? ജുഡീഷ്യൽ ആക്ടിവിസം അവകാശങ്ങൾ എന്ന ആശയത്തെ വികസിപ്പിക്കുന്നു. 2ാമത്തേത് പാവപ്പെട്ടവർക്കും കോടതിയെ സമീപിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. ദോഷങ്ങൾ എന്താണ്? ജുഡീഷ്യൽ ആക്ടിവിസം കോടതിയുടെ ജോലിഭാരം വർദ്ധിപ്പിക്കും. അതുപോലെ ജുഡീഷ്യൽ ആക്ടിവിസം ഗവൺമെൻറ് വിഭാഗങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു കളയുന്നു എന്നാണ്. ഇനി എന്താണ് ജുഡീഷ്യൽ റിവ്യൂ, അതായത് നീതിന്യായ പരിശോധന? 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? പാർലമെൻറ്റും നിയമസഭകളും പാസാക്കുന്ന നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പാർലമെൻറ്റും നിയമസഭകളും പാസാക്കുന്ന നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളത്. ദെൻ 7ാമത്തെ ചാപ്റ്റർ ഫെഡറലിസമാണ്.
ഏഴാമത്തെ ചാപ്റ്റർ ഫെഡറലിസമാണ്. എന്താണ് ഫെഡറലിസം? ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അതുപോലെ ഫെഡറലിസം, ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ തർക്കങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഫെഡറലിസം ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രധാനമായും 5 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, എന്താണ് ഫെഡറലിസം? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അധികാരം പങ്കുവയ്ക്കുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അധികാരം പങ്കുവയ്ക്കുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാ? ഒന്നാമത്തേത് ദ്വിഭരണ സംവിധാനമാണ്. ദ്വിഭരണ സംവിധാനം എന്ന് വെച്ചാൽ എന്താ? കേന്ദ്രവും അതുപോലെ സംസ്ഥാന സർക്കാരുകളും അധികാരം പങ്കിടുന്നു എന്നർത്ഥം, അല്ലേ? കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരുകളും തമ്മിൽ അധികാരം പങ്കിടുന്നു. അതാണ് ദ്വിഭരണ സംവിധാനം. രണ്ടാമത്തേത് അധികാര വിഭജനമുണ്ട്. അധികാര വിഭജനം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ ഓരോ വിഭാഗം, അതായത് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഇവരുടെ അധികാരത്തെ വിഭജനം നടത്തിയിട്ടുണ്ട്. ദെൻ മൂന്നാമത്തേത് ഭരണഘടനാ മേധാവിത്വമാണ്. ഭരണഘടനാ മേധാവിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഫെഡറൽ തത്വങ്ങളെല്ലാം ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. ദെൻ നാലാമത്തേത് സ്വതന്ത്ര ജുഡീഷ്യറിയാണ്. സ്വതന്ത്ര ജുഡീഷ്യറി എന്ന് പറയുന്നത് ഫെഡറൽ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കോടതിയാണ് സുപ്രീം കോടതി. അതിനെയാണ് സ്വതന്ത്ര ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇനി എന്താണ് മൂന്നാമത്തെ ആ ചോദ്യം? ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു അധികാര വിഭജനം. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ആ 3 കാര്യങ്ങളാണ്, അതായത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ അധികാര വിഭജനത്തെ 3 പട്ടികകളാക്കിയിട്ടാണ് അധികാര വിഭജനം നടത്തിയിട്ടുള്ളത് ആണല്ലോ. അതിൽ ഒന്ന് യൂണിയൻ ലിസ്റ്റാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഓക്കെ, അതായത് യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. ഏതൊക്കെയാണത്? പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, ബാങ്കിങ്, ഇതെല്ലാം യൂണിയൻ ലിസ്റ്റാണ്. ഈ 3 ലിസ്റ്റുകളെ സാധാരണ പരീക്ഷയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ 3 കോളമാക്കി തന്നിട്ട് നമ്മുടെ ഈ മാച്ച് ദ ഫോളോവിങ് പോലെ യൂണിയൻ ലിസ്റ്റ് എന്നൊരു കോളം, അതുപോലെ സംസ്ഥാന ലിസ്റ്റ് അല്ല, അതിന് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊരു കോളം, അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ് എന്നൊരു കോളം, ഇങ്ങനെ 3 കോളമാക്കിയിട്ട് അതിനെ പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും. ആ രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റ് ആരുടെ അധികാര പരിധിയിൽ വരുന്നതാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ? പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, ബാങ്കിങ് തുടങ്ങിയവയാണ്. ഇനി എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് അത് നമുക്കറിയാം, പേരിൽ തന്നെ ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിനാണ് എല്ലാ അധികാരങ്ങളും അതിലുണ്ടാവുക. കൃഷി, പോലീസ്, ജയിൽ, പൊതുജനാരോഗ്യം ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിലാണ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. കൃഷി, പോലീസ്, ജയിൽ, പൊതുജനാരോഗ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അവിടെ പഠിക്കാൻ എളുപ്പമാണ്. കൃഷി ചെയ്യുന്ന പൊതുജനങ്ങളെ പോലീസ് ജയിലിലിടും എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പൊതുജനം എങ്ങനെയുള്ള പൊതുജനമാണ്? കൃഷി ചെയ്യുന്ന പൊതുജനങ്ങളെ പോലീസ് ജയിലിലിടും. അതാണ് പഠിക്കാൻ എളുപ്പം. അപ്പോൾ മറ്റൊന്ന് കൺകറൻറ്റ് ലിസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, അങ്ങനെ ജയിലിലിടും എന്നല്ല പറഞ്ഞത്. കൺകറൻറ്റ് ലിസ്റ്റ് ഏതാണ്? കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിലും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിക്ഷിപ്തമായിട്ടുള്ളതാണ്. 2 കൂട്ടർക്കും ഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ 2 കൂട്ടർക്കും തുല്യ പങ്കാളിത്തമുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, വിവാഹം, വിവാഹമോചനം. ഓക്കെ, വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, വിവാഹം, വിവാഹമോചനം തുടങ്ങിയവയൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം ക്ലിയറായി എന്ന് കരുതുന്നു. ഇതൻ മറ്റൊരു ചോദ്യം, ഇന്ത്യൻ ഫെഡറലിസം ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? വെറും 3 പോയിന്റിൽ നമുക്ക് ഉത്തരം കൊടുക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ, ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫെഡറലിസമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ പോയിന്റ്, സംസ്ഥാന സർക്കാരുകളുടെ നിലനിൽപ്പ് തന്നെ പാർലമെൻറ്റിൻ്റെ കൈകളിലാണ് എന്നുള്ളതാണ്.
ഓക്കെ, സംസ്ഥാന സർക്കാരുകളുടെ നിലനിൽപ്പ് പാർലമെൻറ്റിൻ്റെ കൈകളിലാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രണ്ടാമത്തേത്, അടിയന്തരാവസ്ഥ അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ട്, അല്ലേ? അടിയന്തരാവസ്ഥ അധികാരങ്ങൾ, എവിടെയെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അത് ആർക്കേ പറ്റുള്ളൂ? കേന്ദ്ര സർക്കാരിനേ പറ്റുള്ളൂ. അതുപോലെ മൂന്നാമത്തേത്, സംസ്ഥാന ലിസ്റ്റിൽ ആവശ്യമെങ്കിൽ ഇടപെടാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. ഓക്കെ, സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇടപെടാനുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര സർക്കാരിനുണ്ട്. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ തർക്കങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട തർക്കങ്ങൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സ്വയംഭരണത്തിനായുള്ള ആവശ്യം, ഗവർണർമാരുടെ പങ്കും പ്രസിഡന്റ് ഭരണവും, പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം, അന്തർ സംസ്ഥാന പോരാട്ടങ്ങൾ, പ്രത്യേക വ്യവസ്ഥകൾ. ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട തർക്കങ്ങൾ. അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലൊന്ന് വായിച്ചു പിടിക്കണം. എട്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പറയാം. പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ആവശ്യകത എന്താണ്? പ്രാദേശിക ഗവൺമെൻറ് എന്തിനാണ് എന്നാണ് ചോദ്യം. ഓക്കെ, പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ആവശ്യകത 4 പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രാദേശിക ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന ഭരണ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് പ്രാദേശിക ഗവൺമെൻറ്. രണ്ടാമത്തേത്, പ്രാദേശിക താല്പര്യങ്ങളാണ് അവർ സംരക്ഷിക്കപ്പെടുന്നത്. മൂന്നാമത്തെ പോയിന്റ്, പ്രാദേശികമായ വിഭവങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നാലാമത്തേത്, പ്രാദേശിക ഗവൺമെൻറ്റുകൾ ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നത് പ്രാദേശിക ഗവൺമെൻറ്റുകളാണ് എന്ന് പഠിക്കുക. ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഓക്കെ, ഇന്ത്യയിലെ 73-ാം ഭരണഘടനാ ഭേദഗതി, അതായത് പഞ്ചായത്തി രാജ് നിയമം കൊണ്ടുവന്നത് അതാണ് ഏത്? 73-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അതിന് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തൊരു ചോദ്യം. ഇന്ത്യയിൽ 73-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്കൊരു 5 പറയാം. ത്രിതല ഘടനയാണ് ഒന്നാമത്തേത്. ത്രിതല ഘടന, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ പഞ്ചായത്ത് രാജ് നിയമം പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പ്രദേശങ്ങളെ നമ്മൾ 3 ഘടനകളായിട്ട് തരംതിരിച്ചു. 1 ഗ്രാമപഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 ജില്ലാ പഞ്ചായത്താണ്. രണ്ടാമത്തേത് തെരഞ്ഞെടുപ്പാണ്. 5 വർഷം കൂടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടത് പഞ്ചായത്ത് രാജ് നിയമമാണ്. അതുപോലെ സംവരണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3/1 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. വിഷയങ്ങളുടെ കൈമാറ്റം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങളെ 11-ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും എന്നുള്ളത് പഠിക്കുക. ഓക്കെ, അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആണ് മറ്റൊരു പോയിന്റ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി പരിശോധിക്കാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് 8-ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 9-ാമത്തെ ചാപ്റ്ററാണ്. 9-ാമത്തെ ചാപ്റ്റർ ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ ഒരൊറ്റ ചോദ്യമാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കണം, അതായത് ഏറ്റവും കാച്ചിക്കുറുക്കിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. വാരി വലിച്ചിട്ട് ഒരു സാധനവും നിങ്ങൾക്ക് തരുന്നില്ല. എക്സാമിൻ്റെ തലേ ദിവസം ഒരു 10 തവണ ഇതങ്ങോട്ട് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പിടുത്തം കിട്ടും. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതി ഹൈ സ്കോർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ 9-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രധാനമായിട്ടും 3 നടപടിക്രമങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. 1, പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. രണ്ടാമത്തേത് പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. മൂന്നാമത്തേത്
പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും. ഓക്കെ, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ഒന്നാമത്തേത് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. രണ്ടാമത്തേത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തേത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി 10ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം അത് വിവരിക്കാനാണ് പറയുന്നത്. രാഷ്ട്രീയ തത്വശാസ്ത്രം വിവരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രം എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒന്നാമത്തേത്. ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ കാര്യം വ്യക്തി സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തേത് സാമൂഹ്യനീതി. മൂന്നാമത്തേത് ന്യൂനപക്ഷങ്ങളോടും വൈവിധ്യങ്ങളോടുമുള്ള ആദരവ്. നാലാമത്തേത് മതേതരത്വം. അഞ്ചാമത്തേത് സാർവത്രിക വോട്ടവകാശം. ആറാമത്തേത് ഫെഡറലിസം. ഏഴാമത്തേത് ദേശീയ സ്വത്വമാണ്. ഓക്കെ, അപ്പോൾ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, ന്യൂനപക്ഷങ്ങളോടും വൈവിധ്യങ്ങളോടുമുള്ള ആദരവ്, മതേതരത്വം, സാർവത്രിക വോട്ടവകാശം, ഫെഡറലിസം, ദേശീയ സ്വത്വം. ഓക്കെ, ഈ ചാപ്റ്ററിലെ 2ാമത്തെയും അവസാനത്തെയുമായുള്ള ചോദ്യം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ: ഒന്ന്, ഇന്ത്യൻ ഭരണഘടന ഒതുക്കമില്ലാത്തതാണ് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ഒതുക്കമില്ലാത്തതാണ്. രണ്ടാമത്തേത്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാതിനിധ്യ സ്വഭാവമില്ല എന്നുള്ളത് മറ്റൊരു വിമർശനം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. അതുപോലെ തന്നെ പ്രാതിനിധ്യ സ്വഭാവം കേട്ടോ. അതുപോലെ മൂന്നാമത്തേത്, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതല്ല. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 മുതൽ 10 വരെയുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞത്. തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നുകൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് 11 മുതൽ 15 വരെയുള്ള ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത വീഡിയോ ക്ലാസ് ഉടനെ തന്നെ ഇതാ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.